ഹലോ ആഷിഖ്, എന്താണ് വിശേഷങ്ങൾ? എന്തായി നമ്മുടെ കാര്യങ്ങളൊക്കെ എവിടെ? ഹാ ഡിസ്കഷൻ. ഓക്കെ. നോ ആഷിഖ്, താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം. ആർട്ടിസ്റ്റിന് വേണ്ടി കഥാപാത്രത്തെ മോൾഡ് ചെയ്യാൻ. നോ ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഞാൻ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾ അവർ ചെയ്യുമ്പോൾ അവരിലെ ആക്ടറല്ലേ മോൾഡ് ആവുന്നത്. ഓക്കെ ആഷിഖ് അവരോട് സംസാരിച്ചിട്ട് എന്നെ വിളിക്കുമോ? ഞാൻ ഈ ആഴ്ച കുറച്ച് തിരക്കിലാണ്. ജോഷി സാറിൻ്റെ സ്ക്രിപ്റ്റ് അതിൻ്റെ ഫൈനൽ ടച്ചിലാണ്. അതെനിക്ക് ഈ ആഴ്ച കൊടുക്കണം. ഓക്കെ, അപ്പോൾ നോക്കിയിട്ട് വിളിക്കൂ. ഓക്കെ. എന്തു പറ്റി മോനൂസേ? ആരായിരുന്നു? ആഷിക്ക്, നമ്മുടെ ഡയറക്ടർ ആഷിഖ് അബുല്ലേ, പുള്ളിയുടെ പുതിയ പടം അത് ഞാൻ ചെയ്യാൻ നേരിട്ടിട്ടുണ്ട്. എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷനായിരുന്നു. എന്താ ചെയ്യുക, അതിലൊരു പുതിയൊരു ഹീറോ ഉണ്ടല്ലോ, എന്താ അവൻ്റെ പേര്? അവൻ ഒരുപാട് സജഷൻസ്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഞാൻ പോയി പണി നോക്കാൻ പറഞ്ഞു. അറിയല്ലോ, എൻ്റെ സ്ക്രിപ്റ്റിൽ ഒരു ചെറിയൊരു റോളിന് വേണ്ടി ക്യൂ നിൽക്കുക ആക്ടേഴ്സ്. അപ്പോഴാ അറിയൂ, ജോഷി സാറില്ലേ, അവിടെ വിവേകെ നീ നിൻ്റെ ഇഷ്ടത്തിനെങ്കിലും ചെയ്യും എന്നേ പറയുള്ളൂ. അപ്പോഴാണ് ഈ പുതിയ പിള്ളേര് പോയി പണി നോക്കാൻ പറഞ്ഞു. ചൂടാവല്ലേ പിന്നെ, അവർക്കും ഒരു അവസരം കൊടുക്കണ്ടേ? എല്ലാവർക്കും സിനിമ എടുക്കണ്ടേ? ചൂടിന്റെ കാര്യം പറഞ്ഞപ്പോ ഇതിലൊരു ചൂടില്ലല്ലോ. ഇതിലൊട്ടും ചൂടില്ലാന്നേ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? എടി, ഈ ചായക്ക് ചൂടില്ലാന്ന്. എടി, ഈ ചായക്ക് തീരെ ചൂടില്ലാന്ന്. എടിയല്ല എടോ സാർ, നല്ലൊരു ചൂട് ചായ എടുക്കട്ടെ സാർ. പുതിയ സ്ക്രിപ്റ്റ് ആയിരിക്കും. അതെ സാർ, എങ്ങനെ മനസ്സിലായി? ഇനി ഇതിനു വേണ്ടി താനൊരു പുതിയ കഥയുണ്ടാക്കണം. വിവേകെ, തനിക്ക് തരാൻ ഇനി എൻ്റെ കയ്യിൽ വാണിംഗ് ഒന്നുമില്ല. മര്യാദക്ക് ജോലി ചെയ്താ എല്ലാവർക്കും നല്ല. വീട്ടൊക്കെ കഴിഞ്ഞ് സെയിൽസ് ചെയ്യാന്ന് പറഞ്ഞു സിനിമ പിടിക്കാൻ നടക്കുന്ന തന്നെ പോലത്തെ പണിക്ക് വെച്ച് എന്നെ പറഞ്ഞ പോലെ ഉണ്ണി ഇവരെ നല്ല ചായ ഇട്ട് കൊടുത്തേ. എന്താണ് സബ്ജക്റ്റ്? സബ്ജക്റ്റോ? എന്ത് സബ്ജക്റ്റ്? സ്വപ്നത്തിലെ സ്ക്രിപ്റ്റിലെ സബ്ജക്റ്റ്. എൻ്റെ ഉണ്ണേട്ടാ, അതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല.
ഒക്കെ വലിയ കഥയാണ്. എടാ, ഇന്ന് അയാൾ എന്റെ ബിടെക്കിന്റെ തന്തയ്ക്ക് വരെ വിളിച്ചു, അറിയോ? ക്ഷമിക്കടാ, ആള് ശമ്പളം വാങ്ങുന്നല്ലേ, തെറി പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട്, കുറ്റം പറയാൻ പറ്റൂല. ഇങ്ങനെ അതൊക്കെ ശരിയാടാ. സത്യം പറഞ്ഞ വേറെ പണിയൊന്നും അറിയില്ല, എന്നെ കാണായിരുന്നു. ബിടെക്കൊക്കെയാണ്, പക്ഷെ ആ പണി തറവാട്ടിൽ പെടുന്ന ആരെങ്കിലും ചെയ്യോടാ? അത് മനസ്സിലായി. എന്ത് മനസ്സിലായി? അത് വിട്. നിന്റെ ഉള്ളിൽ തിരക്കഥാകൃത്തെ ലോകം തിരിച്ചറിയും. അങ്ങനെ നീ ഒരു നിലയിലെത്തും, അതിൽ ഞാൻ നായകനാവും. നമ്മുടെ സ്വപ്നം സാഫല്യമായി നമ്മൾ വേറെ ലെവൽ വച്ച. സത്യമാണ്, നീയാണ് എൻ്റെ ഊർജവും പ്രതീക്ഷയും. നിന്റെ സിനിമ നായകനാവുന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ തല്ലിപ്പൊടി കമ്പനിയിൽ കളിച്ചു പോയിരിക്കുന്നത്. അതിനാദ്യമായിട്ട് നമുക്കൊരു ഡയറക്ടറെ കണ്ടെത്തണം, നമ്മുടെ കഥ മനസ്സിലാക്കുന്ന, നമ്മളെപ്പോലെ ചിന്തിക്കാൻ പറ്റുന്ന, നമ്മളെപ്പോലെ സിനിമയിലൂടെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സംവിധായകന് അത് കണ്ടെത്തണം. ആഹാ, ഇവിടെ ഇരുന്ന് രണ്ടുപേരും സ്വപ്നം കണ്ടോണ്ടിരുന്നോ? സെയിൽസ് ടീമിൽ പുതിയ റിക്രൂട്ട് വരുന്നുണ്ട്. പുതിയ ആളോ? ഞങ്ങളോട് സെയിൽസും പോലെ റെയിൽ ഷോപ്പിലായിരിക്കും ബുദ്ധി. അതിന്റെ രമ്യ പുതിയ ആള് വരുന്നത് കേട്ടപ്പോ നമ്മളോടൊക്കെ ഒരു പുച്ഛം. അതങ്ങനെ വരുന്നാൾ നിങ്ങളെ കാട്ടി ഹാൻസം ആണ്, യങ്ങും ആണ്, പിന്നെ സെയിൽസിന് നല്ല എക്സ്പീരിയൻസും ഉണ്ട്. പിന്നെ 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 പിന്നെന്താ, അവന് രണ്ട് കൊമ്പുണ്ട്. ഏതാണ്? പറയാൻ ടെൻഷൻ അടിക്കാതെ. പിന്നെന്താ? അവൻ ബോസിന്റെ ഹൈ റെക്കമെൻഡേഷന് വന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നത് ബോസ് റിക്രൂട്ട് ചെയ്ത പുതിയ ചാരനാവും നമ്മളുടെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടെ താഴാൻ സമ്മതിക്കില്ല. രഹസ്യോ? എന്ത് രഹസ്യം? നിങ്ങൾ എന്താ ബ്രിട്ടീഷ് ഈസ്റ്റിന്റെ കമ്പനി? നിങ്ങൾക്ക് തന്നെ സാലറി തന്നെ വേസ്റ്റ് ആണെന്നാ ബോസ് പറയുന്നത്. പിന്നെ ഒരു ചാരൻ. രമ്യ, താനെന്നുള്ള അർത്ഥം വെച്ച് പറയാൻ അനുസരിക്കുന്നത് എന്താ നിന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ പറയല്ലോ. ബോസൊന്നും പറഞ്ഞു. അനുപേ, നിങ്ങളുടെ ഒക്കെ പെർഫോമൻസ് ശരിയല്ലാത്തതുകൊണ്ടാണ് പുതിയൊരാൾ സെയിൽസിൽ, അത് ഈ ഒരു ടൈമിൽ. എന്നിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല എന്ന് വെച്ചാൽ ഈ സിനിമ എന്ന് പിറകെ നടന്നിട്ട് ഉള്ള ജോലി കളയാണ്. രമ്യ, നിനക്ക് എൻ്റെ പടത്തിൽ നായികയാവണ്ട, അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഇത് കുറെ നാളായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഒരു വിശ്വാസം നിങ്ങളുടെ ഒപ്പം തന്നെ എൻ്റെ ജോലി പോകുന്നില്ല. എൻ്റെ ബെസ്റ്റ്. അതെ, ഞങ്ങളൊരു തെരച്ചിലാണ് ഒരു സംവിധായകൻ. പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമായി. അയാൾ നമ്മളെ കഥ കേൾക്കുന്നു, പ്രൊഡ്യൂസറെ പിടിക്കുന്നു, അഡ്വാൻസ് തരുന്നു, ജോലി നമ്മൾ പുല്ലുപോലെ രാജിവെക്കുന്നു. പടം ഞാൻ നായകൻ, നീ നായക, ഇവന്റെ സ്ക്രിപ്റ്റ്, പടം സൂപ്പർ ഹിറ്റ്. അങ്ങനെ ഒരു ഡയറക്ടർ എവിടെയോ ഉണ്ട്. അയാൾ മെല്ലെ മെല്ലെ നമ്മുടെ അടുത്ത് നടന്നിരിക്കുകയാണ്. അറിഞ്ഞ പുതിയ സ്റ്റാഫ് ജോയിൻ ചെയ്ത് സെയിൽസിലേക്കാണെന്ന് അറിഞ്ഞത്. ബോസിൻ്റെ റൂമിലുണ്ട്. ഞാൻ ഒറ്റ നോട്ടം കണ്ടേ